ഇന്ന് നമുക്കൊരു ഉച്ചയൂണ് തയ്യാറാക്കിയാലോ. അതിൽ ഫസ്റ്റത്തെ ഐറ്റം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉപ്പേരിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് സവാള, ഒരു ചെറിയ സവാളയും പച്ചമുളകും വഴറ്റുക. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, എരിവനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് നമ്മളപ്പോൾ അവിടെ 3 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഉള്ളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു 2-3 കുറച്ച് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യുക. ഇനി അടുത്തത് ചെമ്മീൻ ചമ്മന്തിയാണ്, ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അതിന് നമ്മളൊരു 20 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 6 ഉണക്കമുളകും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യുക. അതിന് ശേഷം ഉണക്കച്ചെമ്മീൻ, അത് നമ്മൾ ഉണക്കച്ചെമ്മീൻ ആദ്യം കുറച്ച് വറക്കണം. ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതും ഇടുക. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ടിട്ട് അതും അടിക്കാം. അതിന് ശേഷം വളരെ കുറച്ച് മാത്രം തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഉപ്പും മുളകൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചെമ്മീൻ ചമ്മന്തി റെഡിയായി. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളിയും അതുപോലെ തന്നെ മാങ്ങയിട്ട ചെമ്മീൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മൺകലത്തിൽ നമ്മൾ ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, 2 വലിയ അറയാണെങ്കിൽ 2 അറ കുടംപുളിയും പിന്നെ ഒരു തേങ്ങയുടെ പാലും ഇട്ടിട്ട് അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് അത് ചൂടാക്കുക. ഞാനൊരു മാങ്ങ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് മാങ്ങ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ചെമ്മീൻ അധികം നല്ല വേവുള്ള മീനാണ് ചെമ്മീൻ. അതുകൊണ്ട് കറി ജസ്റ്റ് ഒന്ന് തിളക്കുമ്പോൾ തന്നെ ആ ചെമ്മീനും ആഡ് ചെയ്യണം. എന്നിട്ട് ചെമ്മീനും ഇട്ട് നന്നായി തിളച്ച് വരുമ്പോൾ, ഇപ്പോൾ അതിൻ്റെ കളർ കണ്ട നല്ല റെഡ് കളറായിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇറക്കാറാകുമ്പോൾ, ചെമ്മീനൊക്കെ വെന്ത് കറി ഇറക്കാറാവണേക്കാട്ടി മുന്നേ മാങ്ങ ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ചെമ്മീൻ വേവാൻ ഒരു 20 മിനിറ്റ്സ് മതിയാവും. ഇനി 20 മിനിറ്റ്സിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യായി. ഇത് ഞാൻ ചോറ് വിളമ്പിയതാണ്. മീൻ കറി, ചമ്മന്തി, സ്വീറ്റ് മാംഗോ പിക്കിൾ, ഉപ്പേരി. യെല്ലോ കളറാണ് സ്വീറ്റ് മാംഗോ.